എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എന്നതിൻ്റെ തെളിവ് സഹിതം പറയാമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ 132 എന്ന അക്കം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ വ്യക്തിക്കാവുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നു. നിങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി. ആ വ്യക്തിയെ സംബന്ധിച്ച് മറ്റൊരു തീരുമാനങ്ങളില്ല, മറ്റൊരിഷ്ടങ്ങളില്ല. സദാസമയവും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ വ്യക്തി. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. നിങ്ങളല്ലാതെ മറ്റാരെക്കുറിച്ച് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ പോലും ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ഏത് സമയവും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, നിങ്ങളെക്കുറിച്ച് മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ആ വ്യക്തി മാറുന്നു. എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ മാത്രമേ ആ വ്യക്തിക്ക് അറിയൂ. ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്ന, പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടത് മാറിയിരിക്കുന്നു. എത്ര പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും, എത്ര പ്രതികൂല പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന, നിങ്ങളെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണത്. ഒരിക്കലും നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ ആ വ്യക്തിക്ക് സാധിക്കില്ല. ആ വ്യക്തി മനസ്സ് വച്ചിരിക്കുന്നതും നിങ്ങളിൽ തന്നെയാണ്. നിങ്ങളല്ലാതെ ഒരാളെ വിശ്വസിക്കുകയോ ഒരാൾക്ക് വേണ്ടി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കേവലം നിങ്ങളിൽ അധിഷ്ഠിതമായി മാത്രം പ്രവർത്തിക്കുന്ന, കേവലം നിങ്ങളിൽ അധിഷ്ഠിതമായി മാത്രം ജീവിക്കുന്ന തലത്തിലേക്ക് ആ വ്യക്തി മാറുന്നു. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും, എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രീതിയിലേക്ക് ആ വ്യക്തി മാറിയിരിക്കുന്നു. എന്താണ് ആ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ആത്മീയ തലത്തിലുള്ളൊരു ബന്ധമായിരിക്കാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ തീക്ഷ്ണമായ ആ ഒരു കാര്യം, അത് വലിയ തരത്തിൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒന്നാണ്. മനസ്സിലെപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിട്ടാണ്. പുറമേ ഒരുപക്ഷെ ആ വ്യക്തി അത് അംഗീകരിക്കില്ലായിരിക്കും, നിങ്ങളെ മാത്രം ചിന്തിക്കുന്നതിനെക്കുറിച്ച്. പക്ഷേ ഹൃദയത്തിലെപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വ്യക്തിയുടെ ചിന്ത. ആ വ്യക്തിയുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് മാറുകയാണ്. മുൻപ് ആ വ്യക്തിയുടെ ലക്ഷ്യങ്ങൾ പലതുമായിരിക്കാം, പക്ഷെ ഇപ്പം അതല്ല ആ വ്യക്തിയുടെ ലക്ഷ്യം. രണ്ടാമത്തെ പൈലിലേക്ക് പോകാം. തീർച്ചയായും ആത്മീയമായൊരു ചൈതന്യം, ഒരു സിദ്ധി, സൗഭാഗ്യം നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിച്ചതിലൂടെ ലഭിച്ചിരിക്കുന്നു. അതായത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആർക്കും തകർക്കാൻ കഴിയുന്നില്ല. ഒരുപാട് ആളുകളാൽ അവഗണിക്കപ്പെട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ കുറേ കാലം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നിങ്ങളെ തകർക്കാനും നശിപ്പിക്കാനുമായിട്ട് നടക്കുന്നു. നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശത്രുക്കളാണ്. പറയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഉപകാരം ചെയ്തവരുണ്ടാകാം, നിങ്ങൾ നല്ല രീതിയിൽ സഹായിച്ചവരുണ്ടാവാം. പക്ഷേ നിങ്ങളിൽ നിന്ന് സഹായങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ തകർക്കുന്ന നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. അവരുടെ ആ നിലപാട് മുകളിലുള്ള ശക്തിക്ക് ഇഷ്ടമായില്ല. നിങ്ങളെ വളർത്തുന്ന നിലപാടിലേക്ക് മുകളിലുള്ള ശക്തി തയ്യാറായിരിക്കുന്നു. എന്ത് തരം ചെറുത്തുനിൽപ്പിനെയും ചെറുത്തുനിന്ന് ജീവിതത്തിൽ വിജയം കൊയ്യാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് നൽകുന്നു. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയവർ ഒന്നും ഇല്ലാത്തവരായി, എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് മാറുമ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ ശ്രീകോവിലിൽ വിജയം ആഘോഷിക്കുകയാണ്. നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ മഹത്തായൊരു അനുഗ്രഹം.
നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ മഹത്തായ ഒരു നന്മ, അത് ഈ ഒരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിച്ചു, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ തകർക്കാൻ നോക്കിയ ഒരു അസൂയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു. അത് നിങ്ങളെ തകർക്കാൻ തർക്കം പാർത്തിരുന്നവർക്ക് വലിയ നഷ്ടമായി മാറിയിരിക്കുകയാണ്. അവർക്കത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. നിങ്ങളുടെ വളർച്ചയുടെ ആഴവും പരപ്പും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങൾ ശക്തമായ നിലയിലേക്ക് എത്തുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. നിങ്ങൾ വിജയം ആഘോഷിക്കുന്നൊരു വ്യക്തിയായി മാറുകയാണ്. ഈശ്വരൻ എന്നെന്നും അവഗണിച്ച് നിന്നപ്പോൾ ഈശ്വരൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. മറ്റുള്ളവർ അവഗണിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഈശ്വരനും എന്നെ അവഗണിച്ചിരിക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. അതിലൂടെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.